ഈ കഴിഞ്ഞ ദിവസം നമുക്ക് ദൈവവചനത്തിലേക്ക് പെട്ടെന്ന് കിടക്കാം. അതേസമയം നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാനില്ലല്ലോ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൂടെ ഞാൻ കടന്നു പോകുന്ന 1-2-3 കാര്യങ്ങൾ, ദൈവത്തിൻ്റെ ഹിതം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ താല്പര്യങ്ങൾ, കർത്താവ് എങ്ങനെയാണ് ചില കാര്യങ്ങളെ കാണുന്നത്, ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് ഉള്ള ഒരുപാട് വിഷയങ്ങളിലൂടെ ഞാൻ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. പലപ്പോഴും അത് ചിലപ്പോൾ നമുക്ക് കുറച്ച് പ്രയാസം സൃഷ്ടിക്കുന്ന ആയിരിക്കാം, വ്യക്തിപരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കാം. പലരും പ്രാർത്ഥനയിലൊക്കെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സന്ദർഭങ്ങളിൽ ദൈവവചനമാണ് പലപ്പോഴും നമ്മളെ ശക്തീകരിക്കുന്നതും നമ്മളെ വഴി നടത്തുന്നതും. ഈ വചനത്തിൻ്റെ സത്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോഴാണ്. അപ്പോൾ 1-2 ഫ്രണ്ട്സ് ഈ കാര്യങ്ങളൊന്നും അറിയാത്ത 1-2-3 ഫ്രണ്ട്സുകൾ അവർ ചർച്ചിൽ കടന്നു വരികയും അവർ ദൈവവചനം ഇങ്ങനെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തു. ഈ ചർച്ചിലല്ല, നമ്മുടെ അവിടെയുള്ള ചർച്ചിൽ കടന്നു വന്ന് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അതെല്ലാം എന്നെ വളരെയധികം ശക്തീകരിക്കുകയും എനിക്ക് വളരെയധികം ഉൾക്കാഴ്ചകൾ തരികയും തുടർന്ന് വീണ്ടും വായിക്കാനും പഠിക്കാനും ഒക്കെ അതിനെ ശ്രമിക്കുകയും ഒക്കെ ഞാൻ ചെയ്യുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നാണെങ്കിലും റോയ് ബ്രദർ ഇന്ന് ഷെയർ ചെയ്തു, ഒരു നല്ലൊരു സബ്ജക്റ്റ് ഷെയർ ചെയ്തു. കർത്താവ് പടകിൽ യാത്ര ചെയ്യുമ്പോഴുണ്ടായ കാറ്റിനെയും കോളിനെയും കുറിച്ചും ദൈവം അതിനെ ശാസിക്കുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവം അതിനെ കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ ആ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം മാത്രം ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞത്, പ്രശ്നത്തെ കർത്താവ് ശാസിക്കുന്നു. ആദ്യമായിട്ട് കർത്താവ് ചെയ്യുന്നത് പ്രശ്നത്തെ ആദ്യമായി ശാസിക്കുന്നു, അല്ലേ? അവിടെ നമ്മൾക്കറിയാം, ശിഷ്യന്മാർ ഭയപ്പെട്ട് ആകപ്പാടെ പ്രശ്നമായി, നീ ഇരുന്ന് ഉറങ്ങുന്നത് എന്താണ്, നീ ഇങ്ങനെ ഒന്നും കാണുന്നില്ലേ എന്നുള്ള കംപ്ലൈൻ്റാണ് അവിടെ ആദ്യം വരുന്നത് കർത്താവിനോട്. പ്രശ്നം അവിടെ ഉണ്ട്, എപ്പോഴും പ്രശ്നം മാറിയിട്ടില്ല. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? പ്രശ്നത്തെ ആദ്യം ശാസിച്ചു. അതിനുശേഷം കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് അവരുടെ ഭയത്തെ ശാസിച്ചു. അപ്പോൾ ഈ രണ്ട് പ്രോസസ്സും ഒരുമിച്ച് നടക്കുക. ആദ്യം നമുക്കുണ്ടാകുന്ന ഭയം ഒരു സൈഡിലുണ്ട്, റിയലായിട്ടുള്ള ഇഷ്യൂ ഒരു സൈഡിലുണ്ട്. അപ്പോൾ ഈ റിയലായിട്ടുള്ള ഇഷ്യൂവിൻ്റെ മേൽ ദൈവം ശാസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഭയത്തെയും കർത്താവ് ശാസിക്കുന്നു. ഇത് നമ്മുടെ റിയൽ ലൈഫിൽ നടക്കുന്ന ചില കാര്യങ്ങളാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് റോയ് ബ്രദർ ആ ഒരു കാര്യം സംസാരിച്ചത്. ഇന്ന് ഞാൻ ഈ കഴിഞ്ഞ ദിവസം എന്നോട് സംസാരിച്ചതായിട്ടുള്ള ഒരു ഭാഗം, ഒരു ബ്രദർ സംസാരിച്ചായിട്ടുള്ളൊരു ഭാഗമാണ്. ആ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഡ്യൂട്രോണമിയുടെ പുസ്തകം, ക്രോണിക്കിൾസ്, ദിനവൃത്താന്തത്തിൻ്റെ പുസ്തകം, അതിൻ്റെ 18-ാമത്തെ അധ്യായമാണ്. 2 ദിനവൃത്താന്തമാണ്, റൈറ്റ്, 2 ദിനവൃത്താന്തമാണ്. പ്രൈസ് ഗോഡ്. 2 ദിനവൃത്താന്തം, അതിൻ്റെ 18-ാമത്തെ അധ്യായം. അതൊരു ചരിത്രമാണ്. വായിച്ചിട്ടുള്ളവർക്ക് അറിയാം. വളരെ പെട്ടെന്ന് നമുക്ക് ആ ചരിത്രത്തിലൂടെ കടന്നു പോകാനായിട്ട് നമുക്ക് കഴിയും. ഇവിടെ 2 രാജാക്കന്മാരെ നമ്മൾ കാണുന്നുണ്ട്. ഒന്ന് യഹോവാശഫത്ത് എന്ന് പറയുന്ന രാജാവാണ്. 2-ാമത്തെ രാജാവ് ആഹാബ് എന്ന് പറയുന്ന രാജാവാണ്. ഇസ്രായേൽ കിങ്ഡം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ആ ഇസ്രായേൽ കിങ്ഡത്തെ 2ആയിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഒന്ന് ഒരു ഇസ്രായേൽ എന്ന് പറയുന്ന ആ ഒരു കിങ്ഡം ഉണ്ട്, യൂദ എന്ന് പറയുന്ന മറ്റൊരു കിങ്ഡം ഉണ്ട്, നോർത്തേൺ കിങ്ഡം ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ 2 രാജ്യങ്ങൾ അവിടെ ഉണ്ട്. ഈ 2 രാജ്യത്തും ഭരിക്കുന്നവർ 2 പേരാണ്. അതിൽ ഒരാൾ യഹോവാശാഫത്താണ്, യൂദ ഭരിക്കുന്ന യഹോവാശാഫത്താണ്, ഇസ്രായേൽ ഭരിക്കുന്ന ആഹാബാണ്. ഇതാണ് അവിടുത്തെ ആ ഒരു ചരിത്രം. വളരെ രസകരമായിട്ടുള്ളൊരു ഭാഗമാണ്. അദ്ദേഹം അത് ഷെയർ ചെയ്തപ്പോൾ എനിക്കത് വളരെയധികം ടച്ചിങ് ആയിട്ട് തോന്നി. ഞാൻ അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തെ അതേപടി തന്നെ കോപ്പി ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ എനിക്ക് മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ അതിൽ നിന്ന് ഞാൻ ഉൾക്കൊണ്ടുകൊണ്ടാണ്. കുറച്ചുകൂടി വ്യത്യാസം ഉണ്ടാവും, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന യഹോവാശാഫത്ത്, അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. സത്യത്തിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ചരിത്രമൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹം ഇസ്രായേലിൽ അല്ലെങ്കിൽ യൂദയിൽ, അങ്ങനെ നമുക്ക് പറയാം, യഹൂദ രാജ്യത്ത് അദ്ദേഹം ശക്തമായിട്ട് ഭരിച്ച ഒരു രാജാവാണ്. അദ്ദേഹം ദൈവത്തെ ഭയപ്പെട്ട ഒരു രാജാവാണ്. നമുക്ക് നോക്കാം, അതിൻ്റെ 17-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അതിൻ്റെ
6-ാമത്തെ വാക്യം നമ്മൾ വായിക്കുകയാണെങ്കിൽ, 17-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം നമ്മൾ വായിക്കുകയാണെങ്കിൽ, നമ്മളവിടെ കാണുന്നത് ഹി വാസ് ഡീപ്ലി കമ്മിറ്റഡ് ടു ദ വേയ്സ് ഓഫ് ദ ലോർഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ ഹൃദയം യഹോവയുടെ വഴികളിൽ ധൈര്യപ്പെട്ടിട്ട് അവൻ പൂജാഗിരികളെയും അശേര പ്രതിഷ്ഠകളെയും യഹൂദയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. എന്ന് പറഞ്ഞാൽ യഹൂദ സാമ്രാജ്യത്തെ അല്ലെങ്കിൽ യഹൂദ രാജ്യത്തെ ശക്തമായിട്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ, ദൈവത്തിൻ്റെ രാജ്യമാക്കി അല്ലെങ്കിൽ ദൈവികമായ പ്രവൃത്തികളിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ച ഒരു രാജാവായിരുന്നു യഹോവാശാഫത്ത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നാൽ ആഹാബിനെ കുറിച്ച് നമുക്കറിയാം. ആഹാബ് എന്ന് പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന ആ ഒരു രാജ്യത്തിൻ്റെ മേൽ ഭരിച്ച ഒരു രാജാവാണ്. അദ്ദേഹം വളരെ വളരെ ദുഷ്ടനായിട്ടുള്ള ഒരു രാജാവാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് നമുക്കറിയാം. ജെസിബേൽ എന്ന് പറയുന്ന ആ ഒരു രാജ്ഞിയാണ്. അവർ എന്തെല്ലാം അവരുടെ കണ്ണിൽ പെട്ടിട്ട് ഇഷ്ടപ്പെടുന്നുവോ അതെല്ലാം സ്വന്തമാക്കാൻ ഏത് വിധത്തിലും അവർ പെരുമാറുന്ന ഒരു ഒരു രാജ്ഞിയായിരുന്നു. അവർക്ക് അതേപടി അവരെ അനുസരിക്കുന്ന ഒരു രാജാവായിരുന്നു ആഹാബ് എന്ന് പറയുന്ന രാജാവ്. അപ്പോൾ ഈ ജെസിബേൽ ആഹാബ് എന്ന് പറയുന്നത് സ്പിരിച്വൽ വേൾഡിൽ, ആത്മീകമായിട്ടുള്ള ലോകത്ത് നമ്മൾ കാണുന്ന 2 തരത്തിലുള്ള ക്യാരക്ടേഴ്സാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. വളരെ തെറ്റായിട്ടുള്ള ക്യാരക്ടേഴ്സാണ് അവർ. അപ്പോൾ ഈ യഹോവാശാഫത്ത് നമ്മൾ കണ്ടു. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം ഇവിടെ ഈ 18-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വായിക്കുമ്പോൾ നമുക്കതൊന്ന് പെട്ടെന്നൊന്ന് വായിച്ചു നോക്കാം. ഇത് ഞാൻ വായിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആ ചരിത്രം മനസ്സിലാവത്തുള്ളൂ. പക്ഷെ വായിച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കുകയും ചെയ്യും. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. എങ്കിലും നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. അതിൻ്റെ 18-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് കടക്കാം. അവിടെ സംഭവിക്കുന്ന കാര്യം നമുക്കൊന്ന് ആദ്യത്തെ സെൻറ്റൻസിലൊന്ന് വായിച്ച് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം. 18-ന്റെ 1 എടുത്താട്ടെ. 18-ന്റെ 1 അല്ല, 18-ന്റെ 1 റൈറ്റ്. 18-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. 2 ക്രോണിക്കിൾസ് 18-ന്റെ 1 അത് മാറുന്നില്ലേ മോനെ? യഹോവാശാഫത്തിന് ധനവും മാനവും വളരെ ഉണ്ടായിരുന്നു. അവൻ ആഹാബിനോട് സംബന്ധം കൂടി. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, അത് വളരെ ശ്രദ്ധയോടുകൂടി നോക്കേണ്ടുന്ന ഒരു കാര്യമാണ്. എന്താണ് ഇവിടെ സംഭവിച്ചത്? ആഹാബ് ആരാന്ന് നമ്മൾ കണ്ടു. യഹോവാശാഫത്ത് ആരാന്ന് നമ്മൾ കണ്ടു. ഈ യഹോവാശാഫത്ത് ദൈവികമായി വളരെ ശക്തമായി മുന്നേറുന്ന ഒരു രാജാവായിരുന്നു. അദ്ദേഹം ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത്? അദ്ദേഹത്തിന് എന്തോ സംഭവിച്ചു അല്ലേ? അതാണ് നമ്മൾ ചിന്തിക്കാൻ പറ്റുന്നത്. അദ്ദേഹത്തിന് എന്തോ സംഭവിച്ചു. അപ്പോൾ എന്നിട്ട് ആരോടാ സംബന്ധം കൂടിയിരിക്കുന്നത്? ഇപ്പോൾ ആഹാബിനോട് സംബന്ധം കൂടി. വലിയ പ്രശ്നമാണ് അല്ലേ? നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു വിഷയമാണിത്. സംബന്ധം കൂടുന്നത് അല്ലെങ്കിൽ ബന്ധപ്പെടുന്നത്, നമ്മൾ റിലേഷൻഷിപ്പ് വയ്ക്കുന്നത് ആരോടാണെന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കണം. നമുക്ക് വളരെയധികം ഒരു സൂക്ഷ്മത വേണം നമ്മുടെ ലൈഫിനെ കുറിച്ച്. ആത്മീകമായിട്ടുള്ള നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വളരെ സൂക്ഷ്മത നമുക്ക് വേണം. ഇവിടെ സംഭവിക്കുന്ന കാര്യം നമുക്ക് പിന്നീട് നമുക്ക് നോക്കാം. ഇനി 2-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കൊടുക്കാം. പെട്ടെന്ന് നമുക്ക് പോവാം. നമുക്ക് നവീനെ വളരെ ആക്റ്റീവാക്കി നമുക്ക് കൊണ്ടുവരാം. ഓക്കെ റൈറ്റ്. ചില സംവത്സരം കഴിഞ്ഞ ശേഷം അവൻ ശമര്യയിൽ ആഹാബിൻ്റെ അടുക്കൽ ചെന്നു. ആഹാബിൻ്റെ അടുക്കൽ ആര് ചെന്നു? യഹോവാശാഫത്ത് ചെന്നു. ആഹാബ് യഹോവാശാഫത്തിൻ്റെ അടുത്തല്ല വന്നേക്കുന്നത്. ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത്? യഹോവാശാഫത്ത് ആഹാബിൻ്റെ അടുത്തേക്കാണ് ചെന്നത്. അതിനാണ് ഇപ്പോൾ പ്രശ്നം വന്നിരിക്കുന്നത്. ആഹാബ് അവനും കൂടെ ഉണ്ടായിരുന്ന ജനത്തിനും വേണ്ടി വളരെ ആടുകളെയും കിട്ടിയ അവസരം ഒട്ടും വെറുതെ കളഞ്ഞില്ല അല്ലേ? ആഹാബ് മനസ്സിലാക്കി ഇവൻ വളരെ ശക്തനായിട്ടുള്ള രാജാവാണ്. അപ്പം ഇവനെ പ്രീണിപ്പിക്കുന്നത് ഒരാവശ്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? ഒരുപാട് ആടുകളെയൊക്കെ അറുത്തു. ഗിലെയാദിലെ റാമോത്തിലേക്ക് തന്നോടുകൂടെ ചെല്ലേണ്ടതിന് അവനെ വശീകരിച്ചു. ആ വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എൻഡൈസ്ഡ് ഹിം എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ നമ്മൾക്ക് സംഭവിക്കുന്ന ഈ ലോകത്തിൽ എൻഡൈസ്മെൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ ആഹാബിനോട് യോജിക്കുവാൻ തക്കവണ്ണം, ദൈവികമല്ലാത്തതിനോട് യോജിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു വശീകരണം സാധ്യതകളുണ്ട് നമ്മുടെയൊക്കെ ലൈഫിൽ. നമ്മൾ ശ്രദ്ധിച്ചോണം, അത് വളരെ ശ്രദ്ധിച്ചോണം. ലോകത്തിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് കിടക്കാം. പെട്ടെന്ന് നമുക്ക് പോകാം. പിന്നീട് എന്ത് സംഭവിക്കുന്നു നോക്കാം.
ഇസ്രായേൽ രാജാവായ അഹാബ് യഹൂദ രാജാവായിട്ടുള്ള യഹോവാശാപത്തിനോട്, നീ എന്നോടുകൂടെ ഗിലെയാദിലെ രാമോത്തിലേക്ക് പോരുമോ എന്ന് ചോദിച്ചു. അവനോട്, ഞാനും നീയും എൻ്റെ ജനവും നിൻ്റെ ജനവും ഒരുപോലെയല്ലോ, ഞങ്ങൾ നിന്നോടുകൂടെ യുദ്ധത്തിന് ചേരാമെന്ന് പറഞ്ഞു. വളരെ പെട്ടെന്നുള്ള ഡിസിഷൻസാണ് ഇവിടെ കേട്ടോ. ഇനി നമ്മൾ പിന്നീട് വരുമ്പോൾ യഹോവാശാപത്തിന് അവൻ്റെ സ്വഭാവം വരുന്നുണ്ട്, അത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ എന്നാലും ആഹാബ് വിളിച്ച വിളിയിൽ, ആഹാബിൻ്റെ ആ എൻകറേജ്മെൻറ്റിൽ, ആ എൻറ്റൈസ്മെൻറ്റിൽ, ആ വശീകരണത്തിൽ എന്ത് സംഭവിച്ചു? യഹോവാശാപത്ത് സമ്മതിച്ചു. അവിടെ ഞാൻ വരാം, യുദ്ധം ചെയ്യാൻ വരാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് യഹോവാശാപത്ത് ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു, ഇന്ന് യഹോവയുടെ അരുളപ്പാട് ചോദിച്ചാലും എന്ന് പറഞ്ഞു. അതൊരു നല്ല കാര്യമാണ്. അപ്പോൾ യഹോവാശാപത്ത് ദൈവികമായി ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് നമ്മൾ 17-ാമത് അധ്യായത്തിൽ ഇതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ വായിച്ചു അല്ലേ. രണ്ടാമത് നമ്മൾ ഇവിടെ കാണുമ്പോഴും ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ക്വാളിറ്റി ഉണ്ട്, ഈ മനുഷ്യന് ഒരു മൂല്യമുണ്ട്, ഒരു വാല്യൂ ഉണ്ട്. എന്താ നമ്മൾ കാണുന്നത്? യഹോവാശാപത്ത് ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു, യഹോവയുടെ അരുളപ്പാട് ചോദിച്ചിട്ടാകാം നമുക്ക് അങ്ങോട്ട് ഒരുമിച്ച് ഇങ്ങനെ ഞങ്ങൾ പോകുന്നത്, യുദ്ധത്തിനൊക്കെ ആയിട്ട് പോകുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് സംഭവിക്കുകയാണ് നോക്കിയേ, പെട്ടെന്നാക്കിയട്ടെ. അടുത്ത വാക്യം, ഇസ്രായേൽ രാജാവ് 400 പ്രവാചകന്മാരെ വരുത്തി. 1-2 ആണോ? 1-2 പേരെയാണോ വരുത്തിയത്? 400 പ്രവാചകന്മാരെ വരുത്തി. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഈ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ മനുഷ്യർക്ക് ചില പ്രശ്നങ്ങളുണ്ട്. എന്താണെന്നറിയോ? ദൈവത്തിൻ്റെ വചനം എല്ലാം തുറന്നെഴുതി വെച്ചിട്ടുണ്ടെങ്കിലും പിന്നെ ഈ പ്രവാചകന്മാരുടെ അടുത്തേക്ക് പോകുന്ന ഒരു സ്വഭാവം നമ്മൾ ചില വിശ്വാസം, നമുക്ക് ഇവിടെയുള്ള വിശ്വാസികൾക്ക് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെയുള്ള ആൾക്കാർക്ക് അത് കുറവെങ്കിലും പലരുടെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ദൈവവചനമുണ്ട്, എല്ലാ കാര്യങ്ങളുമുണ്ട്, ദൈവവചനം നമ്മൾക്ക് വളരെ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. പല കാര്യങ്ങളൊന്നും ഉണ്ടെങ്കിലും ഈ പ്രവാചകന്മാരുടെ അടുത്തേക്ക് പോവും. അത് ഒരാളെ അടുത്താണെങ്കിൽ വേണ്ടില്ലായിരുന്നു, 400 പേര്. ഇങ്ങനെയല്ലേ സംഭവിക്കുന്നത് അല്ലേ? 400 പേരെ വരുത്തി, ഞങ്ങൾ ഗിലെയാദിലെ രാമോത്തിലേക്ക് യുദ്ധത്തിന് പോകുകയോ പോകാതിരിക്കുകയോ എന്തു വേണ്ടു എന്ന് ചോദിച്ചു. അതിനവർ പുറപ്പെടുക, ഒരു സംശയം വേണ്ട, പ്ലഗ് ഇട്ട പോലെയാണ്, പ്ലഗിൽ കുത്തിയ പോലെയാണ്. പുറപ്പെടുക, ഒരു പ്രശ്നവും വേണ്ട, നിങ്ങൾ പൊക്കോ വിട്ടോന്നാ പറഞ്ഞു. അത് രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് അങ്ങ് പറഞ്ഞു. ഈ പ്രവാചകന്മാരെല്ലാവരും അങ്ങ് പറഞ്ഞു, ഇനി മുന്നോട്ട് പോവാം, പെട്ടെന്ന് നമുക്ക് പോവാം. അങ്ങനെ യഹോവാശാപത്ത് നാം അരുളപ്പാട് ചോദിക്കേണ്ടതിന് ഇവിടെ യഹോവയുടെ പ്രവാചകനായിട്ട് ഇനി ആരും ഇല്ലയോ എന്ന് ചോദിച്ചു. അപ്പോൾ 400 പ്രവാചകന്മാരുടെ പ്രവചനം കേട്ട് കഴിഞ്ഞപ്പോൾ യഹോവാശാപത്തിനൊരു ചെറിയ സംശയം. ഈ ഒന്നാമത്തെ കാര്യം, ഇത്രയും പ്രവാചകന്മാരെ എന്തിനാണ് കൊണ്ടുവന്നു എന്നുള്ളൊരു സംശയം ഈ ദൈവപുരുഷനുണ്ടായി. ആർക്ക്? യഹോവാശാപത്തിനുണ്ടായി. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ശരിക്കുള്ള പ്രവചനം പറയുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു, ശരിക്കുള്ള ആൾ. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, അയാളെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ അതിന് ഇസ്രായേൽ രാജാവ്, ഉണ്ട്, ശരിക്കുള്ള പ്രവചനം ഉണ്ട്. പക്ഷെ ഈ വ്യക്തിക്ക് ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവന് ഉതകുന്ന രീതിയിൽ പ്രവചനം പറയുന്ന, ദൈവവചനം പറയുന്ന ആൾക്കാരെ മതി വിളിക്കുക. വചനം കർണരസം ഉളവാക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ആൾക്കാരെ മതി, അല്ലാത്ത ആൾക്കാരെ ഒന്നും നമുക്ക് വേണ്ട. യഹോവ തന്നു, യഹോവ എടുത്തു എന്ന് ഇയ്യോബ് പറയുമ്പോൾ അത് ബൈബിളിൽ തെറ്റാണ് എഴുതി വച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ദൈവപുരുഷൻ, അല്ല ദൈവപുരുഷൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു പ്രസംഗനെ എനിക്കറിയാം. യഹോവ തന്നു, യഹോവ എടുത്തു എന്ന് പറയത്തക്ക രീതിയിൽ അങ്ങനെയൊന്നും കാര്യം സംഭവിക്കത്തില്ല. അതൊക്കെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ശാസിച്ച് അതിൽ നിന്ന് വിടുതലെടുക്കുകയായിരുന്നു വേണ്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയുള്ള ദൈവവചനങ്ങളും പറയുന്നവരും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ മധ്യത്തിൽ. പ്രത്യേകം ശ്രദ്ധിച്ചോണം, നിന്നെ വാലല്ല തലയാക്കും എന്ന് മാത്രം പറയുന്ന ആൾക്കാർ നമ്മുടെ മധ്യത്തിലുണ്ട്. ശ്രദ്ധിച്ചോണം. അപ്പോൾ ഇവിടെ യഹോവാശാപത്ത് പറഞ്ഞു, ഒരാളെ ഇനി വിളിച്ചോളാൻ പറഞ്ഞു, ആ പ്രവചനം ഇനി വിളിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഇസ്രായേൽ രാജാവിനറിയാം ഈ അവനെ വലിയ പ്രശ്നമുള്ള ആളാണെന്നുള്ള അവനറിയാം. യഹോവയോട് അരുളപ്പാട് ചോദിപ്പാൻ തക്കവണ്ണം ഇനി ഒരുത്തനുണ്ട്, എന്നാൽ അവൻ എന്നെക്കുറിച്ച് ഒരിക്കലും ഗുണമല്ല, എല്ലായ്പ്പോഴും ദോഷം തന്നെ പ്രവചിക്കൊണ്ട് എനിക്ക് അവനെ ഇഷ്ടമല്ല. അവൻ ഈ ഇമ്ലയുടെ മകനായിട്ടുള്ള മിഖയാവ് എന്ന് പറഞ്ഞു. നമ്മുടെ മൈക്കയാണ് ആള് കേട്ടോ. മിഖയാവ് എന്ന് പറഞ്ഞു. രാജാവ് അങ്ങനെ പറയരുതേ എന്ന് യഹോവാശാപത്ത് പറഞ്ഞു. കണ്ടോ? അപ്പോൾ
ഈ ഇസ്രായേൽ രാജാവായിട്ടുള്ള അഹാബിൻ്റെ മുമ്പിൽ ഈ മൈക്ക ഒരുപാട് പ്രവചനം നടത്തിയിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഇത്രയൊക്കെ സത്യം പറഞ്ഞ ആളെ തള്ളിപ്പറയുന്ന ഒരു മനസ്സും ഒരു ഹൃദയവുമാണ് ആർക്കുള്ളത്? അഹാബിനുള്ളത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ആത്മീകമായിട്ട് ചിന്തിക്കാത്ത, ദൈവികമായി ചിന്തിക്കാത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നല്ല പ്രവാചകനെ അവൻ കാണുന്നത് ഇതുപോലെയാണ്. നല്ല പ്രവാചകനെ കാണുന്നത് ഇതുപോലെയാണ്. എന്തൊക്കെ സത്യം പറഞ്ഞ് ബോധിപ്പിച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, അതൊക്കെ ഉണ്ടെങ്കിലും അവനെ തള്ളിപ്പറയുന്ന ഒരു സ്വഭാവമാണ് അവൻ്റെ ഉള്ളത്. യോശാവത്ത് പറഞ്ഞു അങ്ങനെയൊന്നും പറയണ്ട, അവൻ വരട്ടെ എന്ന് പറഞ്ഞു. അടുത്ത വാക്യം എടുത്താട്ടെ. ഓക്കെ, അങ്ങനെ ഇസ്രായേൽ രാജാവ് ഒരു ഷണ്ണനെ വിളിച്ചു, ഇമ്ലയുടെ മകനായിട്ടുള്ള മിഖാവയനെ വേഗം കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. അദ്ദേഹം വന്നു. ഓക്കെ, അടുത്ത വചനം. ഇസ്രായേൽ രാജാവ് യഹൂദ രാജാവായ യഹോശാവത്തും രാജവസ്ത്രമൊക്കെ ധരിച്ച് ആ പ്രവചനം കേൾക്കാനായിട്ടുള്ള ഒരുക്കത്തോടു കൂടി അങ്ങനെ ഇരിക്കുകയാണ്. മുന്നോട്ട് പോട്ടെ. അതിനുശേഷം കെനയുടെ മകനായിട്ടുള്ള സിദെക്കിയാവ് തനിക്ക് ഇരുമ്പ് കൊണ്ടൊരു കൊമ്പുണ്ടാക്കി, നീ ഇവ കൊണ്ട് അരാമ്യരെ അവർ ഒടുങ്ങും വരെ കുത്തിക്കളയുമെന്ന്. അപ്പം ഈ 400 പ്രവാചക ശ്രേഷ്ഠന്മാർ അവിടെ വന്നിട്ടുണ്ട്. അവരുടെ നേതാവാണ് ആരാണ്? സിദെക്കിയാവ്. ശ്രദ്ധിച്ചോണം, ഈ പേരൊക്കെ ചുമ്മാ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. സിദെക്കിയാവ് അവരുടെ നേതാവായിട്ട് നിൽക്കുകയാണ്. അവൻ പറഞ്ഞു, നിനക്ക് ജയമുണ്ട്, നീ യുദ്ധത്തിന് പൊക്കോ, ധൈര്യമായിട്ട് പൊക്കോ എന്നാണ് അവൻ പറയുന്നത്, സിദെക്കിയാവ് പറയുന്നത്. അടുത്ത വാക്യം. പ്രവാചകന്മാരൊക്കെയും അങ്ങനെ തന്നെ പ്രവചിച്ചു. നേതാവ് പറയുന്നത് അതേപടി എന്ത് ചെയ്തു? സിദെക്കിയാവ് എന്ത് പറഞ്ഞോ അതേപടി മറ്റുള്ളവരെല്ലാം അങ്ങ് പറഞ്ഞു. കുഴപ്പമില്ല, അങ്ങനെ തന്നെ ആയിക്കോ, നീ രാമോത്തിൽ പൊക്കോ, അത് കാര്യങ്ങൾ നടക്കും, യഹോവ അത് രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് അങ്ങ് പറഞ്ഞു. മനസ്സിലായല്ലോ? ദൈവം നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, നിനക്ക് യുദ്ധത്തിന് പോകാം, ധൈര്യമായിട്ട് അങ്ങ് പൊക്കോ എന്നാ പറയുന്നത്. ഇനി അടുത്ത വാക്യത്തിലേക്ക് പോവാം. മിഖായാവെ വിളിപ്പാൻ പോയ ദൂതൻ അവനോട്, നോക്കൂ, ആ വിളിക്കാൻ പോയവൻ ഭയങ്കര പാർട്ടിയാണ്. അവനെന്താ പറഞ്ഞതെന്ന് നോക്കി. അവൻ പറയാണ്, പ്രവാചകന്മാരുടെ വാക്കുകൾ ഒരുപോലെ രാജാവിന് ഗുണമായിരിക്കുന്നു, നിന്റെ വാക്കും അവരിൽ ഒരുത്തൻ്റേതുപോലെ ഇരിക്കട്ടെ. എങ്ങനെയുണ്ട്? വിളിക്കാൻ പോയവൻ്റെ കാര്യം കണ്ടോ? നീ അതുപോലെയൊക്കെ തന്നെ പറഞ്ഞേക്കണം, വേറെ വലിയ പണിയൊന്നും ഉണ്ടാക്കി വെച്ചേക്കരുത്, ഇതാ പറയുന്നത്. അപ്പോൾ മീഖായാവ് അതിനെന്താ പറയുന്നതെന്നറിയോ? എൻ്റെ ദൈവം എന്താണോ അരുളി ചെയ്യുന്നത് അത് ഞാൻ പ്രസ്താവിക്കും, അല്ലാതെ കൂടുതൽ പരിപാടികൾക്കൊന്നും ഞാനില്ല എന്ന് പറഞ്ഞു. അവൻ രാജാവിൻ്റെ അടുക്കൽ വന്നപ്പോൾ രാജാവ് അവനോട്, മീഖായാവേ, ഞങ്ങൾ ഗിലെയാദിലെ രാമോത്തിലേക്ക് പോണോ വേണ്ടയോ എന്നൊന്ന് ചോദിച്ചു. അതിനവൻ, പുറപ്പെടുവിൻ. ശ്രദ്ധിച്ചോണേ, മീഖായാവ് പറയാണ്, പുറപ്പെടുവിൻ, നിങ്ങൾ കൃതാർത്ഥരാകും, അവർ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും എന്ന് പറഞ്ഞു. സർക്കാസമാണിത് കേട്ടോ. ഹല്ലേലൂയ. പ്രത്യേകം ശ്രദ്ധിച്ചോണം, ഇത് വായിച്ച് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട. മിഖായാവ് പറഞ്ഞത് സർക്കാസ്റ്റിക് ആയിട്ടാണ്. മിഖായാവ് പറഞ്ഞത് കാര്യം കൊള്ളാം, പോക്കോ ഇങ്ങനെ പറയത്തില്ല നമ്മൾ, അതുപോലെയാണ് അവൻ പറഞ്ഞത്. നല്ല പരിപാടി ആയിരിക്കും, പൊക്കോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പറഞ്ഞത്. അടുത്തത്, അപ്പോൾ രാജാവ് അവനോട് പറയാണ്, രാജാവിന് മനസ്സിലായി ഇത് പ്രശ്നമാണ്, ഇവൻ എന്തെങ്കിലും പോസിറ്റീവായിട്ട് പറഞ്ഞാൽ നടക്കണ കാര്യമൊന്നുമല്ല. അപ്പോൾ രാജാവിന് മനസ്സിലായി. ആർക്ക് മനസ്സിലായി? ആഹാബിന് മനസ്സിലായി. നീ യഹോവയുടെ നാമത്തിൽ സത്യമല്ലാതെ യാതൊന്നും എന്നോട് പറയരുതെന്ന് എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് സത്യം ചെയ്ത് പറയണം? നിന്നോട് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇവൻ്റെ ടോണും ഇവൻ്റെ കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോൾ തന്നെ ആഹാബിന് മനസ്സിലായി ഇവൻ വേറെന്തോ പറയാൻ പോകുന്നത്. ഇനി അടുത്തത് നോക്കിയാട്ടെ, അടുത്ത വാക്യം. അതിനവൻ, ഇടയനില്ലാത്ത ആടുകളെ പോലെ, ശ്രദ്ധിച്ചോണം, ഇടയനില്ലാത്ത ആടുകളെ പോലെ ഇസ്രായേലൊക്കെയും പർവ്വതങ്ങളിൽ ചിതറിയിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ യഹോവ, ഇവർക്ക് നാഥനില്ല, ഇവൻ ഓരോരുത്തൻ താൻ്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ മടങ്ങിപ്പോകട്ടെ എന്ന് കൽപ്പിച്ചു. ഇടയനില്ലാത്ത നാഥനെ പോലെ ഇസ്രായേൽ മക്കൾ നടക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആഹാബ് രാജാവ് വധിക്കപ്പെടും, അതാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായല്ലോ? മൈക്ക കറക്റ്റായിട്ട് അവിടെ മെസ്സേജ് കൊടുത്തു. അടുത്ത വാക്യം എടുത്താട്ടെ. അപ്പോൾ ഇസ്രായേൽ രാജാവ് യഹോവാശാവത്തിനോട്, ഇവൻ എന്നെക്കുറിച്ച് ദോഷമല്ലാതെ ഗുണം പ്രവചിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് ചോദിച്ചു. അപ്പോൾ പ്രവചനം അവിടെ വന്നു. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, യഹോവാശാവത്ത് ആരാണ്? ദൈവികമായ പുരുഷൻ.
ദൈവത്തെ ആശ്രയിക്കുന്നവൻ, ദൈവത്തിൻ്റെ വചനം ശക്തമായി കേൾക്കുവാനും നല്ലതായിട്ടുള്ളൊരു പ്രവാചകനെ ആഗ്രഹിക്കുകയും ചെയ്ത വ്യക്തിയാണ് യഹോവാശാഫത്ത്. സംശയമില്ല, ഇതുവരെ നമ്മൾ കണ്ട ചരിത്രം അതാണ്. പക്ഷെ ഇപ്പം എന്താ സംഭവിക്കുന്നത്? മുന്നോട്ട് അത് പോട്ടെ, മനസ്സിലായി. ഇസ്രായേൽ രാജാവായിട്ടുള്ള അഹാബ് ചെന്ന് ഗിലെയാദിലെ രാമോത്തിൽ പട്ടുപോകേണ്ടതിന് അവനെ ആർ വശീകരിക്കുമെന്ന് യഹോവ ചോദിച്ചതിന് ഒരുത്തൻ ഇങ്ങനെയും ഒരുത്തൻ അങ്ങനെയും പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടി വിശദീകരിക്കുക. മൈക്ക കുറച്ചുകൂടി തനിക്ക് ലഭിച്ച ദൂത്, തനിക്ക് ലഭിച്ച ദർശനത്തെ വിശദീകരിക്കുക. ദൈവമായിട്ടൊരു സംവാദത്തിൽ ഏർപ്പെടുന്ന വ്യക്തിയാണ് പ്രവാചകൻ. അപ്പോൾ ദൈവം ചോദിച്ചു, എങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്, എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെയായിരിക്കും ഈ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, വേറൊന്നുമല്ല സംഭവിക്കാൻ പോകുന്നത്, ഇവിടെ ആഹാബിൻ്റെ കീഴിലുള്ള 400 പ്രവാചകന്മാരുണ്ട്. അതിൻ്റെ നേതാവായിട്ടുള്ള സിദക്കിയാവിൻ്റെ മേലെ പിശാച് കയറി വരും, പൈശാചികമായിട്ട് അവനെ വശീകരിക്കും. അവൻ നുണ പറയും, ഫോൾസ് പ്രോഫസി അവൻ പറയും, തെറ്റായിട്ടുള്ള പ്രവചനം പറയും. അത് വിശ്വസിക്കത്തക്ക രീതിയിൽ ആഹാബ് അത് ഏറ്റെടുക്കും. ആഹാബ് മാത്രമല്ല, ഇപ്പോൾ ആഹാബിനെ സഹായിക്കാൻ വന്നതായിട്ടുള്ള യഹോവാശാപത്തും അത് ഏറ്റെടുക്കും. അത് വലിയൊരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. മുന്നോട്ട് പോകട്ടെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. യഹോവാശാപത്ത് ആഹാബിനോട് കൂടെ വന്നു. യഹോവാശാപത്ത് ശരിയായ പ്രവാചകനെ വിളിച്ചു വരുത്തി. പക്ഷേ പ്രവചനം പറഞ്ഞു. എന്നിട്ട് എന്ത് സംഭവിച്ചു അവിടെ? മുന്നോട്ട് പോട്ടെ. മുന്നോട്ട് പോട്ടെ. അതിനു മുമ്പ് ഈ കാര്യങ്ങളെല്ലാം വിശദമായിട്ടാണ് ആര് പറയുന്നത്? മൈക്ക പറയുന്നത്. അപ്പോൾ മൈക്ക പറഞ്ഞപ്പോൾ ഈ സിദക്കിയാവെന്ന് പറയുന്ന കള്ളപ്രവാചകന് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വന്നു. അവൻ വന്ന് അടുത്ത് എന്നിട്ട് മിഖായാവെ ചെകിട്ടത്തടിച്ചു. നിന്നോട് സംസാരിപ്പാൻ യഹോവയുടെ ആത്മാവ് എന്നെ വിട്ട് ഏത് വഴിയായി കടന്നു വന്നു എന്നാണ് ചോദിച്ചത്. ശരിയായിട്ടുള്ള പ്രവാചകൻ പറഞ്ഞപ്പോൾ ആ പ്രവാചകനെ തള്ളിപ്പറയുന്നതായിട്ടുള്ള ഒരുവനെയാണ് നമ്മളിവിടെ കാണുന്നത്. അതിന് മിഖായാവ് പറയുന്ന മറുപടി ഇതാണ്: നീ ഒളിക്കേണ്ടതിന് അറ തേടി നടക്കുന്ന ദിവസത്തിൽ നീ കാണും എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നമുണ്ടാകാൻ പോവുകയാണ്. അപ്പോൾ ഇസ്രായേൽ രാജാവ് പറഞ്ഞത്, നിങ്ങൾ മിഖായാവെ പിടിച്ച് നഗരാധിപതിയായിട്ടുള്ള ആ സ്റ്റോറി ഞാൻ പറയട്ടെ, അവനെ പിടിച്ച് ജയിലിലടയ്ക്കാനായിട്ട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അങ്ങോട്ട് മുന്നോട്ട് പോകട്ടെ, അടുത്ത വാക്യത്തിലേക്ക്, ഇവനെ കാരാഗൃഹത്തിലാക്കി സമാധാനത്തോടെ മടങ്ങി വരുമ്പോൾ, അതായത് ആഹാബ് എന്ന് പറയുന്ന രാജാവ് പറയുന്നത്, ആഹാബ് പറയാണ്, ഞാൻ സമാധാനത്തോടെ മടങ്ങി വരുവോളം ഞെരുക്കത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും കൊണ്ട് പോഷിപ്പിക്കേണ്ടത് രാജാവ് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, മുന്നോട്ട് കടന്നു പോകട്ടെ. അതിന് മീഖായാവ് പറഞ്ഞത് എന്താണെന്നറിയോ? മറുപടി, നീ സമാധാനത്തോടെ മടങ്ങി വരുന്നുണ്ടെങ്കിൽ യഹോവ ഞാൻ മുഖാന്തരം അരുളി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. സകല ജാതികളുമായുള്ളവരെ കേട്ടുകൊള്ളുവിൻ എന്നും അവൻ പറഞ്ഞു. സ്തോത്രം. മിഖായാവിന് ഉറപ്പുണ്ട്, ശരിയായ പ്രവാചകൻ ഉറപ്പുണ്ട്, ശരിയായി ദൈവവചനം അഭ്യസിക്കുന്നവൻ ഉറപ്പുണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്, എന്താണ് ദൈവവചനത്തിലൂടെ കടന്നു വരാൻ പോകുന്നതെന്നുള്ള ഉറപ്പുണ്ട്. മുൻപ് പാസ്റ്റർ മാത്യു പറഞ്ഞു അല്ലേ, ഇവിടെ ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം കണ്ടുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രവചനവും എന്തെങ്കിലുമൊക്കെ ദുർവ്യാഖ്യാനങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. നമ്മൾ ദൈവവചനം വിശ്വസിക്കുക, ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കാനും സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും മാത്രമേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. കർത്താവേ, ഇറാൻ്റെ മേൽ ഭയങ്കരമായിട്ടുള്ള അഗ്നിതാണ്ഡവം നടക്കട്ടെ കർത്താവേ എന്നൊന്നും പ്രാർത്ഥിക്കാനൊന്നും കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടില്ല. അതൊന്നും നമ്മൾ പ്രാർത്ഥിക്കുകയും വേണ്ട. ഇസ്രായേലിനെ ശിക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. ഇസ്രായേലിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അത് മാത്രം നമ്മൾ ചെയ്താൽ മതി. എനിവേ, ഇവിടെ സംഭവിച്ചതാണ്, മിഖയാവിന് വളരെ ഉറപ്പുണ്ട്, ഒരു കാരണവശാലും ആഹാബിനി സമാധാനത്തോടെ മടങ്ങി വരാൻ പോകുന്നില്ല. അടുത്ത വാക്യം എടുത്താട്ടെ. എന്നിട്ട് പിന്നെ പറയാണ്, അങ്ങനെ ഇസ്രായേൽ രാജാവും യഹൂദ രാജാവായിട്ടുള്ള യഹോവാശാപത്തും ഗിലെയാദിലെ രാമോത്തിലേക്ക് പോയി. എന്നാൽ ഇസ്രായേൽ രാജാവ് യഹോവാശാപത്തിനോട്, ഞാൻ വേഷം മാറി പടയിൽ കടക്കും, നീയോ രാജവസ്ത്രം ധരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. ഇനി അവിടെ നിൽക്കട്ടെ, ഇത് മതി.
അവൻ ഡിസ്ഗൈസ് ചെയ്തിട്ട്, ഇസ്രായേൽ രാജാവ് ഡിസ്ഗൈസ് ചെയ്തു എന്ന് പറഞ്ഞാൽ വേഷം മാറി യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി. അവൻ വിചാരിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേഷം മാറിയാൽ ഒന്നും സംഭവിക്കില്ല എന്നുള്ളതാണ്. വേഷം മാറിയാൽ ഒന്നും സംഭവിക്കില്ല എന്ന് അവൻ ചിന്തിച്ചു. അതുകൊണ്ട് മരിക്കുകയാണെങ്കിൽ യഹോവാശാപത്ത് മരിച്ചോട്ടെ, കാരണം അവനോട് റോയൽ വസ്ത്രത്തിൽ അങ്ങ് പൊക്കോളാൻ പറഞ്ഞു, രാജാവിൻ്റെ വസ്ത്രത്തിൽ. ഏതൊരു യുദ്ധത്തിലും ആദ്യം കൊല്ലാൻ ശ്രമിക്കുന്നത് ഈ പറഞ്ഞ കമാൻഡറെയാണ്, അല്ലേ? നമുക്കറിയാം ഇസ്രായേലും ചെയ്തത് അങ്ങനെയാണ്. അപ്പോൾ കമാൻഡറെ കൊല്ലുള്ളൂ, അപ്പോൾ യഹോവാശാപത്ത് മരിക്കപ്പെടും. ഇതിന് രണ്ട് ലക്ഷ്യമാണ്. ഞാൻ ചിന്തിച്ചപ്പോൾ ഈ വാക്യം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം അതാണ്. ഈ ചരിത്രം വായിച്ചപ്പോൾ യഹോവാശാപത്ത് റോയൽ വസ്ത്രത്തിൽ തന്നെ പോയി. ഇവൻ എന്ത് ചെയ്തു? ഇവൻ ഡിസ്ഗൈസ് ചെയ്ത്, ഇവൻ വസ്ത്രം മാറിപ്പോയി. പക്ഷേ അമ്പ് കൊണ്ട് കറക്റ്റായിട്ട് ഈ ഇസ്രായേൽ രാജാവായിട്ടുള്ള അഹാബിൻ്റെ മേൽ തന്നെ പതിച്ചു. അവൻ പട്ടുവീണു, അവൻ മരിച്ചു. ഞാനിവിടെ ഒരു കാര്യം ചോദിക്കട്ടെ, ആരാണ് മൈക്കയെ കൊണ്ടുവന്നത്? ആരാണ് മൈക്കയെ അവിടെ കൊണ്ടുവന്നത്? ആരാണ്? അഹാബാണോ കൊണ്ടുവന്നത്? അല്ല, ആരാ കൊണ്ടുവന്നത്? ദൈവപുരുഷനായിട്ടുള്ള യഹോവാശാപത്താണ്. മൈക്ക റിയൽ ആയിട്ടുള്ള പ്രവചനം പറയുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടല്ലേ യഹോവാശാപത്ത് മൈക്കയെ കൊണ്ടുവന്നത്? അല്ലേ? ആണോ? ആണ്. എന്നിട്ട് യഹോവാശാപത്ത് ആരുടെ വാക്യ ഫോളോ ചെയ്തത്? ആരെ ഫോളോ ചെയ്തത്? നിങ്ങൾ ചിന്തിച്ചു നോക്കി, നിങ്ങളുടെ മനസ്സിലേക്ക് വരട്ടെ ഇതൊക്കെ. ആരെ ഫോളോ ചെയ്തത്? ആഹാബിൻ്റെ പ്രവാചകന്മാരെയാണ് ഫോളോ ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളായത്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളാണ്. നമ്മൾ ദൈവവചനം വായിക്കും, ഇന്നതാണ് ചെയ്യേണ്ടതെന്നുള്ളത് ദൈവവചനത്തിലൂടെ നമ്മൾക്ക് വെളിപ്പെട്ട് വരും. പക്ഷെ നമ്മൾ എന്തു ചെയ്യും? അത് ദൈവവചനമല്ലേ, അതങ്ങനെയൊന്നും അല്ല, എനിക്കിഷ്ടമുള്ള കാര്യങ്ങളാണ് നടക്കേണ്ടത് എന്ന് ചിന്തിച്ചിട്ട് എന്ത് ചെയ്യും? നമ്മൾ ആ ദൈവവചനത്തെ അനുസരിക്കാതെ ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മനസ്സാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ വില്ല് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നടക്കണമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, പഴയ നിയമമായതുകൊണ്ട് പ്രവാചകന്മാരിലൂടെ ദൈവശബ്ദം കേൾക്കാൻ ശ്രമിച്ചു. പുതിയ നിയമമാകുമ്പോൾ നമ്മൾ പ്രവാചകന്മാരെ അല്ല ആശ്രയിക്കേണ്ടത്, നമ്മൾ ആശ്രയിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനമാണ്. എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൽ എന്തെഴുതിയിരിക്കുന്നു അതിനെ അനുസരിച്ചാണോ ഞാൻ പോകുന്നത്? അവിടെ എവിടെയെങ്കിലും ഒരു ഫോൾട്ട് ഉണ്ടോ? അവിടെ എവിടെയെങ്കിലും എനിക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. എത്ര പേരത് പരിശോധിക്കുന്നു പ്രിയമുള്ളവരെ? ഈ നാളുകളിൽ അതാ ചെയ്യേണ്ടത്. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായിട്ട് ദിവസങ്ങളിൽ സംസാരിക്കുന്ന ഒറ്റ കാര്യം അതാണ്. ദൈവത്തിൻ്റെ വചനം എന്തു പറയുന്നു? ദൈവത്തിൻ്റെ വചനം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി എന്താണ്? ദൈവത്തിൻ്റെ വചനം എങ്ങനെയാണ് കാര്യങ്ങളെ നിവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്? ബൈബിളിലുള്ള എക്സ്പീരിയൻസസ് എന്താണ്? സകലത്തിനും ദൃഷ്ടാന്തമായിട്ടാണല്ലോ ദൈവവചനം എഴുതപ്പെട്ടിരിക്കുന്നത്. ഇതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ദൈവഹിതം തിരക്കി മുന്നോട്ട് പോകാൻ പറ്റുന്നത്? പ്രിയമുള്ളവരെ, ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. നിങ്ങൾ ദൈവഹിതം തിരക്കി പോകണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു വഴിയുള്ളൂ. ഈ കാര്യം 3-4 ഭാഗങ്ങളുണ്ട്. ഞാനിത് നേരത്തെ എടുത്തതാണ് നിങ്ങളോട്. വോക്ക് വിത്ത് ഗോഡ്. ദൈവത്തോട് ചേർന്ന് നടക്കുന്നവരല്ല എങ്കിൽ നമുക്ക് ദൈവഹിതത്തെ അറിയാനായിട്ട് പറ്റില്ല. ദൈവത്തിൻ്റെ വചനത്തെ അറിഞ്ഞ് ദൈവത്തോട് ചേർന്ന് നടക്കുന്നവരല്ല എങ്കിൽ നമുക്ക് ഒരു നാളിലും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. നമ്മൾ തെറ്റിപ്പോകും. നമ്മൾ ജീവിതത്തിൻ്റെ പല മേടുകളിൽ ചെന്ന് ആടി ഒലഞ്ഞ് പ്രയാസങ്ങളിലൂടെ കടന്നു പോകും. എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു പോരായ്മ തോന്നുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം എന്നതെന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം ആദ്യം ചെയ്യേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വോക്ക് വിത്ത് ഗോഡ്. ദൈവത്തോട് ചേർന്ന് നടക്കുന്നവരായിരിക്കണം. നമുക്കറിയാം ഒരു വ്യക്തിയുണ്ട് ബൈബിളിൽ. ആരാത്? ആനോക്ക് അല്ലേ? എത്ര നാൾ നടന്നു ദൈവത്തോട് ചേർന്ന്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ നമ്പർ ഓർമ്മയുണ്ടോ? ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്ന നമ്പർ 300 സംവത്സരം.
ഞാൻ ചിന്തിക്കുക, 300 സംവത്സരം നമുക്ക് ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ദൈവം ദൃഷ്ടാന്തം എഴുതി വെച്ചിട്ടുണ്ട്. അന്ന് ലൈഫ് സ്പാൻ കൂടുതലായിരുന്നു. ഇന്ന് നമുക്ക് അത്രയൊന്നും ജീവിതമില്ല അല്ലേ? അന്ന് ലൈഫ് സ്പാൻ കൂടുതലായിരുന്നു. ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, അനോക്ക് ജീവിച്ച വർഷം എനിക്കൊന്ന് 900 വർഷമാണെന്ന് എനിക്ക് തോന്നുന്നത്. ആണോ? ശരിയാണോ? 900 വർഷത്തിൻ്റെ 300 എന്ന് പറയുമ്പോൾ എത്ര പെർസെൻറ്റേജ് ആയി ജിനോ? 900 വർഷത്തിൻ്റെ 300 എന്ന് പറയുമ്പോൾ എത്ര വർഷമായി? 3/1 അല്ലേ? 3/1 അല്ലേ എന്ന് പറഞ്ഞാൽ 30%, 33%. ഇപ്പം നമുക്ക് അങ്ങനെ ചിന്തിക്കാം, പെർസെൻറ്റേജിലേക്ക് ചിന്തിക്കാം. കാരണം മറ്റത് ലൈഫ് സ്പാൻ ആണല്ലോ, വ്യത്യാസമുണ്ട്. 900 വർഷമൊന്നും എന്തായാലും നമ്മൾ ജീവിക്കാൻ പോകുന്നില്ലല്ലോ. അല്ലല്ല, അവൻ്റെ ജീവിതം അത്ര ഉണ്ടായിരുന്നല്ലോ. ഓ അതെ. ഹാനോക്കിന് 65 അവൻ മെതുശലേമിനെ ജനിപ്പിച്ചു. മെതുശലേമിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടു കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും. ശരി, അപ്പൊ 365 ആണ് അവന്റെ വയസ്സല്ലേ? ഹാനോക്കിന്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരം. അപ്പൊ 365-ൽ 300 എന്ന് പറഞ്ഞാൽ എത്ര പെർസെന്റേജ് നോക്കിയാൽ മതി. എനിക്ക് അത്ര ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. എത്ര പെർസെന്റേജ് ആയത് റോയങ്ങളെ? എത്ര പെർസെന്റേജ് ആണത്? 90 എബോവ് ഉണ്ടല്ലേ? നമ്മളെ കുറിച്ച് ദൈവം എന്താ ആലോചിക്കുന്നത്? 90% ഓഫ് അവർ ലൈഫ് അല്ലേ? 90% എൻ്റെ ജീവിതത്തിൽ ഞാൻ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ചതിന് ശേഷം കൂട്ടിയാൽ മതി കേട്ടോ. അതിനു മുമ്പ് നമുക്കൊന്നും പറയാനില്ലല്ലോ. 65 വയസ്സ് വരെ തോന്നിയ പോലെ നടന്നതാണ് ആനോക്കും. അപ്പോൾ 65 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ആനോക്ക് ദൈവത്തെ അറിഞ്ഞതെന്ന് കൂട്ടിക്കോ. 300 സംവത്സരം അവൻ 365-ൽ 300 സംവത്സരം 90% അവൻ നടന്നെങ്കിൽ ഞാനും നിങ്ങളും വാക്ക് വിത്ത് ഗോഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 90% നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവത്തോട് കൂടെ നടക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? 10% വേണ്ടെന്നല്ല. അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ ഒരു തീരുമാനം എടുക്കണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഹിതം നമ്മളിൽ വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തോട് ചേർന്ന് നടക്കുവാനായിട്ട് നമുക്ക് കഴിയണം. 24 മണിക്കൂറിൻ്റെ 90% എത്രയാണ്? എത്രയാ മോളെ? നീ പറ. നമ്മുടെ ഏറ്റവും വലിയ കണക്കുകാരി അവിടെ ദീപ അവിടെ ഇരിപ്പുണ്ട്. പറഞ്ഞേ, 24-ൻ്റെ 90% എന്ന് പറയുമ്പോൾ എത്രയായി? 9-2-18, ഏതാണ്ട് 2 മണിക്കൂർ മാറ്റിക്കിട്ടല്ലേ? ഒരു ദിവസത്തിൽ ഒരു 22 മണിക്കൂറെങ്കിലും ദൈവത്തോട് ചേർന്ന് തന്നെ നമ്മൾ ഇരിക്കണം എന്നാണ് പറയുന്നത്. ബാക്കി കുറച്ച് ഭാഗം നമ്മൾ ഉറക്കത്തിലൊക്കെ ആയിരിക്കും. ഞാൻ വെറുതെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ, ഒരു കണക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ ഭാഗം ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് എഴുതി വച്ചിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ആനോക്കിൻ്റെ കാര്യം, അവൻ 300 സംവത്സരം ദൈവത്തോട് കൂടെ നടന്നു എന്ന് പറയുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ വാക്കിംഗ് വിത്ത് ഗോഡ് ഈസ് നമ്പർ 1 ഫോർ ടു നോ ദ വിൽ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഹിതം അറിയണമെന്നുണ്ട് എങ്കിൽ നമ്മൾ ദൈവത്തോട് ചേർന്ന് നടന്നേ പറ്റത്തുള്ളൂ. അതിൽ പെർസെൻറ്റേജ് ഒന്നും നിങ്ങൾ എടുക്കണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. 100% ദൈവത്തോട് കൂടെ ചേർന്ന് തന്നെ നടക്കണം. അതിന് നമുക്ക് വേണ്ടത് കൾട്ടിവേറ്റിംഗ് റിലേഷൻഷിപ്പ്. നമ്മുടെ ആ റിലേഷൻഷിപ്പ് ബന്ധം നമുക്ക് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. സദൃശവാക്യം 3:5-6 നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കാണുന്നത് എന്താ കാണുന്നത്? യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. ദൈവഹിതം അറിയണമെന്നുണ്ടെങ്കിൽ സ്വന്തം വിവേകം എടുക്കരുത്. അവിടെ യഹോവ ശാബത്ത് സ്വന്തം വിവേകത്തിൽ ഊന്നി. ആഹാബിൻ്റെ 400 പ്രവാചകന്മാർ പറഞ്ഞെങ്കിൽ മൈക്കിക്ക് ഒരുപക്ഷെ തെറ്റിയതായിരിക്കും എന്നവൻ അങ്ങ് ചിന്തിച്ചു പോയി. സ്വന്തം വിവേകത്തിൽ ഊന്നിപ്പോയി. അതുകൊണ്ട് സംഭവിച്ചതാണ് വിഷയം. യഹോവ ശബത്ത് ദൈവിക പുരുഷനായിട്ട് പോലും ദൈവത്തിൻ്റെ വില്ലനുസരിക്കുവാൻ തക്കവണ്ണം അവന് കഴിഞ്ഞില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളതിനേക്കാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ പറയുന്നത് യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും ശ്രദ്ധിച്ചോണം, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും.
എല്ലാ വഴികളിലും ഏതെങ്കിലും ഒരു വഴി എനിക്കും ബാക്കിയുള്ള വഴി ദൈവത്തിനും എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. ചിലർ പറയും ദൈവം പാതി മനുഷ്യൻ പാതി എന്നൊക്കെ പറയാനൊന്നും തരാനൊന്നും ശരിയായിട്ടുള്ള പരിപാടിയല്ല. ദൈവം പാതി മനുഷ്യൻ പാതി എന്ന് പറഞ്ഞ പരിപാടി ഫോർമുല ദൈവത്തിൻ്റെ രാജ്യത്തിലില്ല. ദൈവം ഫുള്ള് തന്നെയാണ്. എല്ലാ വഴികളും നീ ദൈവത്തിനെ ഏൽപ്പിച്ചു കൊടുക്കുക, അവനെ നനച്ചുകൊള്ളുക, അവൻ നിൻ്റെ പാതകളെ നേരെയാക്കും. മകനെ, എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക. സദൃശവാക്യം 4:20. അപ്പം ദൈവത്തോട് ചേർന്ന് നടക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ കൊടുത്ത് നമ്മൾ നിൽക്കണം. അതിനൊരല്പം പ്രയാസമുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ചില പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് നമുക്കിത് കുറച്ചുകൂടി ഉൾക്കാഴ്ചയായിട്ട് സംഭവിക്കുന്നത്. ഇവിടെ മൈക്കയുടെ പ്രവചനത്തെ ദൈവത്തിൻ്റെ വചനമായിട്ട് എടുക്കണം യഹോവാശാപത്ത്. എന്നിട്ട് പറയണം ആഹാബിനോട്, പറ്റില്ല, നിർത്തിക്കോ, ഇവിടെ വച്ച് നമുക്ക് ക്ലോസ് ചെയ്യാം, യുദ്ധത്തിന് ഞാൻ വരുന്നില്ല, നീ വേണേ പൊക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സംഭവം വ്യത്യസ്തമായി തീരും. അത് നമുക്ക് സംഭവിക്കാൻ നമ്മൾ അങ്ങനെയല്ല നമ്മുടെ പഠിച്ചിരിക്കുന്നത്. നമ്മൾ അങ്ങനെ പഠിക്കണം. നമ്മളവിടെ ചേഞ്ച് ചെയ്യണം, അവിടെ മാറ്റം വരുത്തണം. സകല ജോഗ്രാഫിക്കും മാറ്റം വരും, സകല ചരിത്രത്തിനും മാറ്റം വരും, സകല ജീവിത രീതികൾക്കും മാറ്റം വരും, സകല ജീവിത ശൈലികൾക്കും മാറ്റം വരും. ഇതാ സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ. പ്രോബ്സ് 4:20 വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വായിക്കുമ്പോൾ, മകനെ, എൻ്റെ മൊഴികൾക്ക് നിൻ്റെ ചെവി തരിക, അവ നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്, നിൻ്റെ ഹൃദയത്തിൻ്റെ നടുവിൽ അവയെ സൂക്ഷിക്കുക. നിൻ്റെ ഹൃദയത്തിൻ്റെ നടുവിൽ അവയെ കിട്ടുന്നവർക്ക് അവൻ ജീവനാണ്, അവരുടെ ദേഹത്തിനും സർവ്വദേഹത്തിനും സൗഖ്യമാണ്. സകല ജാഗ്രതയോടും കൂടെ നിൻ്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവൻ്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ. എന്ന് പറഞ്ഞേ, ജീവൻ്റെ ഉത്ഭവം ഏതിൽ നിന്നാണ്? ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ, പ്രകാശം ഉണ്ടാകട്ടെ, ഉണ്ടായി, അതുണ്ടാകട്ടെ, ഉണ്ടായി, അതെല്ലാം നല്ലതെന്ന് ദൈവം കണ്ടു. ജീവന്റെ ഉത്ഭവം ദൈവത്തിൻ്റെ പ്രൊസീഡിംഗ് വേർഡ്സ്, ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നാണ്. എഴുതപ്പെട്ട വചനങ്ങള്, ദൈവിക വചനങ്ങള്, അത് മുഴുവൻ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ഭാഗമായി തീരണം. എന്നാൽ മാത്രമേ ദൈവഹിതത്തിനനുസരിച്ച് എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. പലരും ഉഴഞ്ഞു നടക്കുകയാണ്. എങ്ങനെയാണ് ദൈവഹിതം, ഏതാണ് ദൈവഹിതം, ഇത് ശരിയാണോ, ഇത് തെറ്റാണോ? പല പ്രവാചകന്മാരും നമ്മുടെ അടുത്ത് വരും, പലരും അത് പറയും, അതുവരെ വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. നിൻ്റെ എന്താ എല്ലാവരും പറയുന്ന ചില വചനങ്ങളുണ്ട്. നിൻ്റെ ഇത് എന്താ പറഞ്ഞത്, അതിരുകൾ വിശാലമാക്കാൻ പോവുകയാണ്. അപ്പോഴത്തേക്ക് എന്ത് ചെയ്തിരിക്കുന്നറിയോ, ഇപ്പോൾ കൂട്ടിയിരിക്കുന്നതൊന്നും ശരിയല്ല. അതിരുകൾ വിശാലമാക്കണമെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങളൊക്കെ മാറ്റിക്കളയണം. അതിരുകൾ വിശാലമാക്കിക്കോളും ദൈവം. ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ചായിരിക്കണം അതിരുകൾ വിശാലാക്കേണ്ടത്. നമ്മളിത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഈ വചനം നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോഴും നമ്മൾ പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഓൾസമാണ് ദൈവവചനം. അതായത് ദൈവവചനം ഒരു പോയിന്റിലല്ല നിൽക്കുന്നത്, ദൈവവചനം മുഴുവനായിട്ടാണ് നിൽക്കുന്നത്. ആ മുഴുവനായിട്ട് നിൽക്കുന്ന ദൈവവചനത്തെ നമ്മൾ കരുതി കൂട്ടി നമ്മൾ നിൽക്കണമെങ്കിൽ, നമ്മൾ ഏറ്റെടുക്കണമെന്നുണ്ടെങ്കിൽ അതിനെ മുഴുവനായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ട് തീരും. വാക്ക് വിത്ത് ഗോഡ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ദൈവഹിതം അറിയണമെന്നുണ്ടെങ്കിൽ, ഇവിടെ യഹോവാശാപത്ത് ശരിക്ക് ദൈവഹിതം എന്താണെന്ന് അറിയാനായിട്ടാണല്ലോ ശ്രമിച്ചത്, അല്ലേ? അല്ലേ? അതുണ്ട്, അതെ.
അതെ, അത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പം നമ്മുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരു ദൈവവചനത്തെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ പ്രവാചകന്മാരെ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അത് തീർത്തും അതൊരു തെറ്റായിട്ടുള്ളൊരു കാര്യമല്ലേ? ആലോചിച്ച് നോക്കി, നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം വായിക്കുന്നതും ദൈവവചനത്തിന് കീഴിൽ ഇരിക്കുന്നതും ദൈവവചനത്തെ അനുസരിക്കാൻ ശ്രമിക്കുന്നതും എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ടാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ വഴികളെ ക്രമപ്പെടുത്തുവാനായിട്ടാണ്, അതിനു വേണ്ടിയിട്ടാണ്. അദ്ദേഹം വരുന്ന ചരിത്രമൊക്കെ അവിടെ കിടപ്പുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. പിന്നീട് തുടർന്ന് വായിക്കുമ്പോൾ നമുക്കത് അറിയാം, അതിൻ്റെ കാര്യങ്ങളെല്ലാം. രണ്ടാമത്തെ കാര്യം ഞാൻ പറയട്ടെ, സറണ്ടർ യുവർ വിൽ. നിങ്ങളുടേതായിട്ടുള്ളൊരു സ്വേച്ഛ നിങ്ങൾക്കുണ്ട്, അതായത് നിങ്ങളുടേതായിട്ടുള്ളൊരു ഇഷ്ടമുണ്ട്. ഇപ്പോൾ ജയേഷ് ബ്രദർ പറഞ്ഞതുപോലെ എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം എങ്ങനെയെങ്കിലും നടക്കണമേ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ തെറ്റായിരിക്കും. അതേസമയം നമ്മുടെ സ്വേച്ഛയെ, നമ്മുടെ ആഗ്രഹത്തെ, നമ്മുടെ വില്ലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ദൈവത്തിൻ്റെ വില്ലിന് സമർപ്പിക്കുവാൻ തക്കവണ്ണം തയ്യാറാണെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തിലേക്ക് നടക്കാൻ തുടങ്ങും. ദൈവത്തെ ഭരമേൽപ്പിക്കേണ്ടത് നമ്മുടെ വിൽ, നമ്മുടെ സ്വേച്ഛയാണ്. റോമർക്കെഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായം അതിൻ്റെ 1-2 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായിട്ട് നിങ്ങളുടെ ശരീരങ്ങളെ, നിങ്ങളുടെ മനസ്സുകളെ, നിങ്ങളുടെ ജീവനെ എല്ലാം വിശുദ്ധിയിൽ ഏൽപ്പിച്ചു കൊടുക്കണം. സ്തോത്രം. എന്നിട്ട് പറയാണ്, ജീവനും പ്രസാദവും ഉള്ള യാഗമായിട്ടാണത് സമർപ്പിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ സ്വേച്ഛയെ നമ്മൾ സമർപ്പിക്കുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? താഴോട്ട് നമ്മൾ വായിക്കുന്നുണ്ട്, പൂർണ്ണതയും നന്മയും പ്രസാദവുമുള്ള ദൈവഹിതം നമ്മളിൽ വെളിപ്പെട്ടു വരും. അപ്പോൾ ദൈവഹിതത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? അതിൽ പൂർണ്ണതയുണ്ട്, അതിൽ നന്മയുണ്ട്, അതിൽ പ്രസാദമുണ്ട്. എന്ന് പറഞ്ഞാൽ ആ 3 വാക്കുകളെന്ന് പറഞ്ഞേ. ദൈവഹിതത്തിൽ എന്തൊക്കെയുണ്ട്? നന്മയുണ്ട്. അന്നെന്ന് പറഞ്ഞേ നന്മയുണ്ട്. ഓക്കെ, നന്മ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, നന്മ വന്നിട്ടില്ല. നന്മയുണ്ട്, പിന്നെന്തുണ്ട്? പ്രസാദമുണ്ട്, പൂർണ്ണതയുണ്ട്. ഈ 3 കാര്യങ്ങളും ഉള്ള ഒരു സാധനം എന്താണ്? ദൈവഹിതമാണ്. മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടുമോ? മേടിക്കാൻ കിട്ടത്തില്ല. അപ്പോൾ ഈ പൂർണ്ണതയുള്ള ദൈവഹിതം നമ്മളിൽ വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നമ്മളൊരു യാഗമായി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും നമ്മളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ തയ്യാറായാൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. കുറച്ച് പ്രയാസമുള്ളൊരു കാര്യമാണ്. ഞാൻ തന്നെ പറയുകയാണ്, കുറച്ച് പ്രയാസമുള്ളൊരു കാര്യമാണ്. ബുദ്ധിമുട്ടുണ്ട് അതിനകത്ത്. പക്ഷേ അത് ചെയ്യാൻ പറ്റും. ഇവിടെ പറയുന്ന വചനം താഴോട്ട് വായിക്കും പറയണത്, അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു പുതുക്കം വരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടേണ്ടതൊരാവശ്യമാണ്. അതെന്ന് പറഞ്ഞാൽ ഒരു അൺലേണിംഗ് പ്രോസസ്സാണ്. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ലെവലിൽ നമുക്കതിനെ എടുക്കാൻ പറ്റും. നമ്മൾ ഇതുവരെ പഠിച്ചതും ഇതുവരെ മനസ്സിലാക്കിയതും ഇതുവരെ അറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ മാറുന്ന ഒരു പ്രക്രിയയിലേക്ക് വരുന്നു. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നു. ഇതിങ്ങനെയൊക്കെയാണ് നടക്കേണ്ടത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ നടക്കത്തില്ല. മറിച്ച് ദൈവത്തിൻ്റെ ഹിതം പൂർണ്ണതയുണ്ട്, പ്രസാദമുണ്ട്, നന്മയുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ ഓരോരുത്തരും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാൻ ദൈവസന്നിധിയിൽ നമ്മുടെ സ്വേച്ഛയെ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം അവിടെ വ്യത്യസ്തമായിട്ട് അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങും. ആലോചിച്ച് നോക്കിയാട്ടെ, ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. 3-ാമത്തെ കാര്യത്തിലേക്ക് ഞാൻ പെട്ടെന്ന് പോട്ടെ, ഇവിടെ നിർത്താം. ഒബേ വാട്ട് യു ഓൾറെഡി നോ ടു ബി ദ വേർഡ്സ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മൾക്ക് പ്രകാശിപ്പിക്കപ്പെട്ട ചില സത്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ ഉണ്ടോ? എല്ലാം അറിഞ്ഞിട്ടില്ലായിരിക്കും, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയത്തില്ലായിരിക്കും. പക്ഷേ ഇപ്പോൾ നമുക്ക് വെളിപ്പെടുത്തി തന്നതായിട്ടുള്ള, ഇപ്പോൾ നമുക്ക് അറിയുന്നതായിട്ടുള്ള ദൈവവചനങ്ങൾ പലതുണ്ട് നമ്മുടെ മനസ്സിൽ, നമ്മുടെ അറിവിലുണ്ട്.
അതിനെ നമ്മൾ അനുസരിക്കാൻ തയ്യാറാണോ? ഇനി കൂടുതൽ പുതിയ കാര്യങ്ങളിലേക്ക് പോകാതെ, പുതിയതിലേക്കൊന്നും പോകണ്ട. ഇപ്പോൾ നമ്മൾക്ക് അറിഞ്ഞ സത്യങ്ങളെ നമ്മൾ അനുസരിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാണോ? അങ്ങനെയാണെങ്കിൽ ദൈവഹിതം നമ്മുടെ മുമ്പിൽ ദൈവം തരും. ഇതുവരെ അറിഞ്ഞ സത്യത്തെ നീ അനുസരിച്ചാൽ മാത്രമല്ലേ ഇനിയുള്ള സത്യങ്ങളെയും ഇനിയുള്ള വഴികളെയും ഒക്കെ ദൈവത്തിന് അറിഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ദൈവത്തിന് നമുക്ക് തരാൻ പറ്റത്തുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയത്. വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ അടുത്ത ലെവലിലേക്ക് ദൈവം എങ്ങനെ നടത്തുന്നേ? നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെ ദൈവഹിതമാണെങ്കിൽ, ദൈവഹിതത്തിനനുസരിച്ചാണെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ അത് ചെയ്യാൻ നമ്മൾ തയ്യാറായാൽ മാത്രമല്ലേ പുതുക്കത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ആലോചിച്ച് നോക്കിയാട്ടെ, നമ്മൾ എവിടെയാണ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്, എവിടെയാണ് നമ്മൾ നിന്ന് പോയത്, എവിടെയാണ് നമ്മുടെ ചിന്തകൾക്ക് കടിഞ്ഞാനിട്ടിരിക്കുന്നത്, എവിടെയാണ് നമ്മൾ ലിമിറ്റേഷൻസ് വച്ചിരിക്കുന്നത്, എവിടെയാണ് നമ്മൾ ബൗണ്ടറി വച്ചിരിക്കുന്നത്. മുമ്പ് പറഞ്ഞതുപോലെ വിശാലതയിലേക്ക് ദൈവം നടത്താനായിട്ട് ദൈവത്തിന് പ്ലാനുണ്ട്, പദ്ധതിയുണ്ട്. പക്ഷേ നമ്മൾ ചിന്തിച്ചോണം, ആ വിശാലതയിലേക്ക് നമ്മളെ നടത്തണമെന്നുണ്ടെങ്കിൽ ഇതുവരെയുള്ള അറിയപ്പെട്ട സത്യങ്ങളും അറിയപ്പെട്ട കാര്യങ്ങളും വെളിപ്പെടുത്തപ്പെട്ടതായിട്ടുള്ള സത്യങ്ങളും നമ്മൾ ഫോളോ ചെയ്യുന്നവരാണോ, നമ്മൾ അനുസരിക്കുന്നവരാണോ, അതിൽ നമുക്ക് ഇൻറ്റഗ്രിറ്റി ഉണ്ടോ നമ്മൾ ശ്രദ്ധിക്കണം. ആ കാര്യങ്ങളിലെല്ലാം നമുക്ക് ഇൻറ്റഗ്രിറ്റി ഉണ്ടെങ്കിൽ ദൈവം പുതുക്കത്തിലേക്കും പുതിയതിലേക്കും പുതിയ വിശാലതയിലേക്കും ഒക്കെ നടത്തുവാൻ ദൈവം മതിയായവനാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് ഉറയ്ക്കുന്നു ഹല്ലേലൂയ എന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഓക്കെ, അടുത്തിരിക്കുന്ന ആരെങ്കിലും ഉറങ്ങുന്നുണ്ടെങ്കിൽ അടിച്ചൊരു 2 അടിയും കൊടുത്താട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ് 2 അടിയും കൊടുക്കുക. ആരും നിങ്ങളെ കംപ്ലൈൻറ്റ് ചെയ്യത്തില്ല. ഞാൻ പറയട്ടെ, യഹോവ ശാപത്തിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി, പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി. ഞാനിവിടെ നിർത്താൻ പോവാം പ്രസംഗം. 19-ാമത്തെ അധ്യായത്തിലേക്ക് പോവാം. 2 ദിനവൃത്താന്തം അതിൻ്റെ 19-ാമത്തെ അധ്യായത്തിലേക്ക് പോവാം. യഹോവാശാപത്ത് ഈ അനുഭവിച്ചതായിട്ടുള്ള സത്യം കണ്ടതിന് ശേഷം അദ്ദേഹത്തിലൊരു രൂപാന്തരം വന്നു. അദ്ദേഹത്തിലൊരു, നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ദൈവഹിതത്തെ അദ്ദേഹത്തിന് മനസ്സിലായി. ഇനി ഞാൻ ദൈവഹിതം വിട്ട് പെരുമാറിയാൽ, എനിക്ക് വെളിപ്പെടുത്തുന്ന സത്യങ്ങളിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്നുള്ളത് ബോധ്യമായതുകൊണ്ട് അദ്ദേഹം ഇസ്രായേലിൽ തന്നെ കാര്യങ്ങളെ ചെയ്യുവാനായിട്ട് തുടങ്ങി എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. അതിൻ്റെ 19-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്കൊന്ന് പോകാം. അവിടെ നമ്മൾ അതിൻ്റെ 6-ാമത്തെ വാക്യത്തിലേക്കൊന്ന് കടന്നാട്ടെ, അല്ലെങ്കിൽ 5-ാമത്തെ വാക്യത്തിലേക്കൊന്ന് കടന്നാട്ടെ. 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താണ്? യഹോവാശാപത്ത് എന്താ ചെയ്തെന്ന് നോക്കിയാട്ടെ. അവൻ ദേശത്ത് പട്ടണം തോറും യഹൂദയിലെ ഉറപ്പുള്ള പട്ടണങ്ങളിലൊക്കെയും ന്യായാധിപന്മാരെ നിയമിച്ചു. തുടർന്ന് നിങ്ങൾ ചെയ്യുന്നത് സൂക്ഷിച്ചുകൊള്ളുവിൻ. ശ്രദ്ധിച്ചോണം, നിങ്ങൾ മനുഷ്യർക്കല്ല യഹോവയ്ക്ക് വേണ്ടിയത്രേ ന്യായപാലനം ചെയ്യുന്നത്. ന്യായപാലനത്തിൽ അവൻ നിങ്ങളോട് കൂടെ ഇരിക്കുന്നു. നമുക്കൊരു ഒരു എക്സ്പീരിയൻസ്, ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരുപാട് ലേൺ ചെയ്യും, നമ്മൾ ഒരുപാട് പഠിക്കും. ശരിയാണോ? നമ്മൾ ഒരുപാട് പഠിക്കാൻ തുടങ്ങും. ഈ പഠനത്തിൽ നിന്ന് യഹോവാശാപത്ത് എന്ത് ചെയ്തു? കുറച്ച് പേരെ അപ്പോയിൻ്റ് ചെയ്തിട്ട് പറഞ്ഞു, യഹോവ ഭയം നിങ്ങളിൽ ഇരിക്കണം, ദൈവത്തെ ഭയപ്പെടണം, നിങ്ങൾ സൂക്ഷിച്ച് പ്രവർത്തിക്കണം. നമ്മുടെ ദൈവമായിട്ടുള്ള യഹോവയുടെ പക്കൽ അന്യായവും മുഖപക്ഷവും കൈക്കൂലി വാങ്ങുന്നതും ഇല്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 7-ാമത്തെ വാക്യത്തിലേക്ക് കടക്കാം നമുക്ക്. വീണ്ടും താഴോട്ട്. അത് തന്നെയാണെന്ന് തോന്നുന്നു. ആകയാൽ യഹോവ ഭയം, for fear the Lord and judge with integrity. അവിടെ ഇംഗ്ലീഷിൽ അങ്ങനെയാണ്. ആകയാൽ യഹോവ ഭയം നിങ്ങളിലിരിക്കട്ടെ, സൂക്ഷിച്ച് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രിറ്റിയോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇൻറ്റഗ്രിറ്റി നഷ്ടപ്പെടരുത്. എന്താ ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ? സത്യസന്ധത നഷ്ടപ്പെടരുത്. സത്യത്തിനു വേണ്ടി നിലനിൽക്കണം. സത്യത്തിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവണം. നമ്മൾ മരണമെങ്കിൽ മരണം,
നമ്മുടെ ജീവിതത്തിൽ വരേണ്ടുന്ന മാറ്റം അതാണ്. അൺലേണിങ് അതാണ്. നമ്മളൊന്ന് പഠിച്ചാൽ നമ്മളതാ ചെയ്യേണ്ടത്. ഹല്ലേലൂയ. വീണ്ടും നമുക്കതിൻ്റെ 8, 9, 10 നമുക്ക് കടന്നു പോകാം. യെരൂശലേമിലും യഹോവ ശാബത്ത് ലേവ്യരിലും പുരോഹിതന്മാരിലും ഇസ്രായേലിൻ്റെ പിതൃഭവന തലവന്മാരിലും ചിലരെ യഹോവയുടെ ന്യായപാലനത്തിനായിട്ടും വ്യവഹാരം തീർക്കേണ്ടതിനായിട്ടും നിയമിച്ചു. യഹൂദയിൽ മാത്രമല്ല, യെരൂശലേമിലും. സ്തോത്രം. ഓക്കെ. വീണ്ടും താഴോട്ട് വന്നിട്ട് അവർ യെരൂശലേമിൽ നിന്നും മടങ്ങി വന്നു. അവൻ അവരോട് കൽപ്പിച്ചത് എന്തെന്നാൽ, ശ്രദ്ധിച്ചോണം, ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചോണം. നിങ്ങൾ യഹോവ ഭയത്തോടും വിശ്വസ്തയോടും ഏകാഗ്രഹൃദയത്തോടും കൂടെ ഇങ്ങനെ പ്രവർത്തിച്ചു കൊള്ളണം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വില്ല് ഇന്നതെന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ 3 കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. 1, ദൈവത്തോട് കൂടെ നമ്മൾ നടക്കണം. 2, നമ്മൾ കണ്ടത് ദൈവത്തിൻ്റെ മുൻപിൽ നമ്മുടെ സ്വേച്ഛയെ കീഴടക്കി വെക്കണം. 3, നമ്മൾ കണ്ടത് എന്താണ്? 3 നമ്മൾ കണ്ടത് നമ്മൾക്ക് എന്ത് അറിവായി വന്നിട്ടുണ്ടോ, എന്ത് നമുക്ക് വെളിച്ചമായി നമ്മുടെ മുൻപിലുണ്ടോ, അതിനെ നമ്മൾ അനുസരിക്കണം. ഈ 3 കാര്യങ്ങളിലാണ് ദൈവത്തിൻ്റെ ഹിതം പൂർണ്ണമാകുന്നത് നമ്മുടെ ജീവിതത്തിൽ. ഇനിയുണ്ട് 2-3 കാര്യം. ഞാൻ ഇവിടെ വെച്ച് നിർത്തുക. എന്നിട്ട് പറയാണ്, യോശാബത്ത് എന്ത് പറഞ്ഞു? അതാത് പട്ടണത്തിൽ പാർക്കുന്ന നിങ്ങളുടെ സഹോദരന്മാർ വിവിധ രക്തപാതകങ്ങളെയും ന്യായപ്രമാണത്തെയും കൽപ്പനയെയും ചട്ടങ്ങളെയും വിധികളെയും സംബന്ധിച്ച് ഏതൊരു വ്യവഹാരവും നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവന്നാൽ, ശ്രദ്ധിച്ചോണം, അവർ യഹോവയോട് അകൃത്യം ചെയ്തിട്ട് നിങ്ങളുടെ മേലും നിങ്ങളുടെ സഹോദരന്മാരുടെ മേലും ക്രോധം വരാതിരിക്കേണ്ടതിന് നിങ്ങൾ അവർക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കണം. നിങ്ങൾ കുറ്റക്കാരാകാതിരിക്കേണ്ടതിന് അങ്ങനെ ചെയ്തുകൊള്ളുവിൻ. ശ്രദ്ധിച്ചോ, ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തിന് നമ്മൾ ഓരോരുത്തരും കൊടുക്കേണ്ടുന്ന പ്രാധാന്യത്തെക്കുറിച്ചാണ് അവിടെ ദൈവത്തിൻ്റെ ദാസൻ അവിടെ പറയുന്നത്. ദൈവത്തിൻ്റെ വചനത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യമില്ലെങ്കിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ ഇൻറ്റഗ്രിറ്റിക്ക് പ്രാധാന്യമില്ലെങ്കിൽ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ ദൈവത്തിൻ്റെ വചനത്തിന് സ്ഥാനമില്ല എങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? സംഭവിക്കുന്നത് പൂർണ്ണമായിട്ടും ദൈവഹിതമല്ലാത്ത കാര്യങ്ങളായിരിക്കും നടക്കുന്നത്. അവിടെ സക്സസ് ആവില്ല എന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ വിജയങ്ങളൊക്കെ നേടിയിരിക്കാം. പക്ഷേ അതെല്ലാം ഇവിടെ നമ്മൾ കാണുന്നത് പോലെ അതെല്ലാം പ്രയാസങ്ങളിലേക്കായിരിക്കും കടന്നു വരുന്നത്. അത് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവഭക്തിയോടുകൂടി ദൈവത്തിൻ്റെ വചനത്തെ ഏറ്റെടുത്ത് ആ വചനത്തെ അനുസരിക്കുന്നവരായിട്ട് അത് പറഞ്ഞു കൊടുക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഇടയിൽ ആൾക്കാരുണ്ടാകണം. സ്തോത്രം. ഞാൻ കാണുന്നൊരു കാഴ്ച, പല കാര്യങ്ങളും ഇൻജസ്റ്റിസ് നടക്കുമ്പോഴും അനീതികൾ നടക്കുമ്പോഴും അവിടെ കൈപൊക്കി അതിനെ ശാസിക്കുവാനോ അതിനെ എതിരിടുവാനോ അതിന് ഉപദേശം കൊടുക്കുവാനോ ദൈവഭക്തരായിട്ടുള്ള വ്യക്തികൾ ചുരുക്കം വന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവഭക്തരായിട്ടുള്ള ആൾക്കാർ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദൈവഭക്തരായിട്ടുള്ള വ്യക്തികൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? തെറ്റായിട്ടുള്ള കാര്യങ്ങൾ, ദൈവഹിതപ്രകാരം നടക്കേണ്ടതല്ലാത്ത കാര്യങ്ങളെല്ലാം സഭകളിലും കുടുംബങ്ങളിലും സമൂഹത്തിലുമൊക്കെ നടക്കാൻ സാധ്യതകളുണ്ട്. നമ്മളെന്താ ചെയ്യേണ്ടത്? യോശാബത്തിനൊരബദ്ധം പറ്റി, ശ്വാസിക്കുന്നൊരബദ്ധം പറ്റും. പക്ഷെ അബദ്ധത്തിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കണം, കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് അവൻ്റെ പവർ ഉണ്ടെങ്കിൽ, യോശാബത്ത് രാജാവായിരുന്നത് കൊണ്ട് അവൻ ജഡ്ജസിനെ നിയമിച്ചു, നേതാക്കന്മാരെ നിയമിച്ചു നമ്മുടെ വായിക്കുന്നത്. നമുക്ക് ചിലപ്പോൾ അത്രയും പവറൊന്നും ഉണ്ടായിരിക്കില്ലായിരിക്കും. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്, ദൈവഭക്തിയുള്ള വ്യക്തികളുമായിട്ട് ഒരുമിച്ച് ചേർന്ന് ഭക്തിയോടുകൂടി ദൈവവചനത്തെ പറഞ്ഞ് മനസ്സിലാക്കി നീതിയും ന്യായവും നടത്തുവാൻ തക്കവണ്ണം എവിടെയൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യുവാൻ നമ്മുടെ ശബ്ദം ഉയരണം. നഷ്ടപ്പെടരുത്.
അത് ഈ സഭയിലായിക്കോട്ടെ, ഏതൊരു സഭയിലായിക്കോട്ടെ, എങ്ങനെ ആയിക്കൊള്ളട്ടെ, ഇൻജസ്റ്റിസ് കണ്ടാൽ, ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ളതിനെ കണ്ടാൽ അതിനെ ചൂണ്ടിക്കാണിക്കാനും അതിനെ പ്രവർത്തിക്കാനും അതിനെ ചോദ്യം ചെയ്യാനും അതിനെ മനസ്സിലാക്കാനും അതിനോട് പറയാനും ഒക്കെ നമുക്ക് ഒരു കെൽപ്പും കഴിവും ഒക്കെ വേണം. ദൈവഹിതത്തിനനുസരിച്ചല്ല പ്രവർത്തിക്കുന്നതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയുവാനുള്ള പ്രവചന ബുദ്ധി അല്ലെങ്കിൽ ഡിസേൺമെൻറ്റ് നമുക്ക് വേണം. ഓരോരുത്തരും അത് പ്രാപിച്ചെടുക്കണം. ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കുന്ന ഒരു കുട്ടിക്ക്, ഒരു മനുഷ്യന്, ഒരു സഹോദരിക്ക്, ഒരു സഹോദരന് തീർച്ചയായിട്ടും ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കും. ദൈവം ഒരു വെളിപ്പെടുത്തി കൊടുക്കും. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മൾ ദൈവത്തോട് കൂടെ ചേർന്നാണോ നടക്കുന്നത്? ഒന്ന് പരിശോധിച്ചാട്ടെ. നമുക്ക് വെളിപ്പെടുത്തി തന്ന ദൈവിക സത്യങ്ങളും വെളിച്ചങ്ങളും അനുസരിക്കാൻ നമ്മൾ കൂട്ടാക്കുന്നുണ്ടോ? ദൈവവചനത്തിനെ നമ്മൾ തിരസ്കരിക്കുന്നുണ്ടോ? ഹൃദയത്തിൻ്റെ നടുകെ നമ്മൾ സൂക്ഷിക്കുന്നുണ്ടോ? സ്തോത്രം. നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നീ ഞങ്ങളോട് സംസാരിക്കണമേ കർത്താവേ. ഓരോ വ്യക്തികളോടും കർത്താവേ, ഓരോ വ്യക്തികളോടും നീ സംസാരിക്കണമേ പിതാവേ. ഹല്ലേലൂയ. ഞങ്ങൾ ഒരിക്കലും ദൈവത്തിൻ്റെ വചനം വിട്ടുമാറുവാൻ ഇടവരുത്തരുത്. വചനത്തിൻ്റെ ശ്രേഷ്ഠത ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. വചനത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഞങ്ങൾ അതിൽ നിന്ന് മാറിപ്പോകുവാൻ ഇടവരുത്തരുത് കർത്താവേ. ആർക്കൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് കഴിയും? ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? നമ്മുടെ ഹൃദയത്തെ ഒന്ന് സമർപ്പിക്കാവോ? ഹല്ലേലൂയ. കർത്താവേ, ഞാൻ എൻ്റെ ദൈവത്തോട് കൂടെ ചേർന്ന് നടക്കും. ഒരു തീരുമാനം ഇന്നെടുക്കാവോ? ഞാൻ ദൈവത്തോട് ചേർന്ന് ഞാൻ നടക്കും. എൻ്റെ സ്വേച്ഛയെ, എൻ്റെ വില്ലിനെ ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കും. കർത്താവേ, എനിക്ക് വെളിപ്പെടുത്തി തന്ന ഇതുവരെയുള്ള സത്യങ്ങളിൽ ഞാൻ എവിടെയൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ, എവിടെയൊക്കെ ഞാൻ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ, അതിനെല്ലാം കർത്താവേ ഞാൻ കറക്റ്റ് ചെയ്യും. ഞാൻ അതിനെ കറക്ഷനിലേക്ക് കൊണ്ടുവരും. സ്തോത്രം. താങ്ക് യു ജീസസ്. ഞാൻ അതിനുവേണ്ടി ഞാൻ യത്നിക്കാൻ തയ്യാറാണ് കർത്താവേ. എൻ്റെ ഹൃദയത്തോട് അങ്ങ് സംസാരിക്കണമേ. ഇന്ന് കടന്നു വന്ന ദൈവമക്കൾ ഓരോരുത്തരോടും അങ്ങ് സംസാരിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. യഹോവ ശാപത്ത് ആഹാബിനോട് കൂടെ ചേരുവാൻ തക്കവണ്ണം അവൻ ശ്രമിച്ചെങ്കിൽ ഒരുപക്ഷെ അവൻ റിലേറ്റീവ് ആയിരിക്കാം. എന്നാൽ പോലും കർത്താവേ, അവൻ ചെയ്തതായിട്ടുള്ള തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് ജീവിപ്പാൻ തക്കവണ്ണം കർത്താവേ, യഹോവ ശാപത്തിന് പിന്നീട് കഴിഞ്ഞെങ്കിൽ കർത്താവേ, അതുപോലെ ഞങ്ങൾക്കും കഴിയണമേ കർത്താവേ. തെറ്റുകൾ ഞങ്ങൾക്കെല്ലാം പറ്റുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങയുടെ സാന്നിധ്യം ആവശ്യമാണ്. ഞങ്ങളെ നടത്തുന്ന, ഞങ്ങളെ കരുതുന്ന, ഞങ്ങളെ സ്നേഹിക്കുന്ന ആ ദൈവത്തിൻ്റെ കരുതലിനായിട്ട് നന്ദി കർത്താവേ. യഹോവയീരേ, ദാതാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. യഹോവ ശമ്മ, തന്റെ അടിപ്പിണരാൽ സൗഖ്യം. യഹോവ ശമ്മ, കൂടെയിരിക്കും, നൽകുമെൻ ആവശ്യങ്ങൾ. നീ മാത്രം. എല്ലാവരും ചേർന്ന് പാടിയാണ്. നീ മാത്രം മതി. ഇന്ന് പകൽക്കാലം നീ മാത്രം മതി. ഇനിയുള്ള കാലം നീ മാത്രം മതി കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. നീ മാത്രം മതി ജീസസ്. നീ മാത്രം മതി. ഓ ഗ്ലോറി ഗോഡ്. മാത്രം മതി. നീ മാത്രം മതി എനിക്ക് ജീസസ്. നീ മാത്രം. എല്ലാവരും ചേർന്ന് പാടിയാട്ടെ. ഈ പാട്ടിന്റെ വരികള് ഓരോന്നും നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് പ്രവഹിക്കട്ടെ. ഒരു യാഗമായിട്ട് തീരുവാൻ തക്കവണ്ണം എന്റെ മനസ്സിനെ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു.
സൃഷ്ടാവാം ദൈവം നിൻ വചനത്താൽ ഉളവായെല്ലാം. Glory, Father, we bless you. യഹോവ ഏലിയോൻ അത്യുന്നതൻ നീ, നിന്നെപ്പോലെ മറ്റാരുമില്ല. Glory, Father. യഹോവ ശാലോം എൻ സമാധാനം Glory, God. നൽകി നീ